അദ്ദേഹം വന്നത് ഞങ്ങൾക്ക് നേട്ടമായി. പിരിമുറുക്കം നടന്ന അങ്ങനെ ഒരു പ്രതികരണം ചിലപ്പോൾ ലഭിച്ചേക്കുന്നുള്ള രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിലാണ് ഇപ്പോൾ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ടി കെ ഗോവിന്ദനെ അദ്ദേഹം പൊന്നാട പുതുപ്പിക്കുകയാണ്. മാധ്യമങ്ങൾ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം തേടാൻ നിൽക്കുമ്പോഴാണ് ടി കെ ഗോവിന്ദനും കൂടെ അവിടെ ഉണ്ട്. വിശേഷം പറയാനില്ല. ഞാൻ മത്സരിക്കുമ്പോൾ തന്നെ എനിക്ക് UDF നേതാക്കൾ പ്രത്യേകിച്ചും രമേശ് ജിയുടെ ഒക്കെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. എൻ്റെ മണ്ഡലത്തിൽ വന്നു, പ്രചരണത്തിന് വേണ്ടി വന്നു. ആ നിലയിൽ ആദ്യമേ വലിയ സപ്പോർട്ട് എനിക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ തന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാം സപ്പോർട്ടാണ് എനിക്ക് ഈ വിജയം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് അവർ പാർട്ടിയും രമേശ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് എൻ്റെ അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അത് CPM നിലപാട്. ഞാനിപ്പോൾ CPM ഇല്ലല്ലോ. ഞാനിപ്പോൾ UDF ഭാഗമാണ്. UDF എടുക്കുന്ന ഏത് തീരുമാനവും അനുസരിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ നിലപാട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അങ്ങനെ ബന്ധമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഇനി ഉണ്ടായില്ലെങ്കിൽ എനിക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് എല്ലാ വെറുതെ മാഷ കുഴപ്പമില്ലാതെ. ഓക്കെ മാഷ്, ഓക്കെ മാഷ വിട്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഒരുപക്ഷെ തയ്യാറായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ ടി കെ ഗോവിന്ദൻ കൂടെ ഉള്ളപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ ടി കെ ഗോവിന്ദൻ അദ്ദേഹം പറഞ്ഞയക്കാണ്. മൈക്ക് ഇല്ല, രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നേരെ ഉയർന്നത്. രമേശ് ചെന്നിത്തല VD സതീശൻ സർക്കാരിലും മന്ത്രിയായിട്ടുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമായിട്ട് അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉള്ളത്.